ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാൻ കാർഡും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നതാണ്. നിങ്ങൾ ഇതുവരെ അത് ചെയ്തിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന ജനുവരി 1 മുതൽ നിങ്ങളുടെ പാൻ കാർഡ് അസാധുവായേക്കാം. അറിയേണ്ട മറ്റു ചില കാര്യങ്ങൾ: 2025 ഡിസംബർ 31 നിലവിൽ 1000 രൂപ പിഴ ആയിട്ട് ഫീസായിട്ട് നൽകി പാൻ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ്. ലിങ്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനോ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനോ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്താനോ ഇനി മേലിൽ നിങ്ങൾക്ക് കഴിയില്ല. അത് ഭാവിയിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അടുത്തത് ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിനെ കുറിച്ചാണ്. 2024-25 സാമ്പത്തിക വർഷത്തെ റിട്ടേൺ ഫയൽ ചെയ്യാൻ വിട്ടുപോയവർക്കും ഫയൽ ചെയ്തതിൽ എന്തെങ്കിലും എററുകൾ വന്നവർക്ക് അത് തിരുത്താനുമുള്ള അവസാനത്തെ അവസരമാണ് ഈ വരുന്ന ഡിസംബർ 31. കൃത്യസമയത്ത് റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കാത്തവർക്ക് 5000 രൂപ പിഴയോടെ മാത്രമേ ഇപ്പോൾ ആണെങ്കിൽ പോലും ഫയൽ ചെയ്യാൻ കഴിയൂ. നിങ്ങളുടെ വരുമാനം 5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ പിഴ 1000 രൂപ മാത്രമേ വരികയുള്ളൂ. ഏതായാലും പിഴ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ ഫയൽ ചെയ്ത ഡേറ്റയിൽ എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ അത് തിരുത്താനും ഈ തീയതി വരെ മാത്രം സമയമുണ്ട്. പാൻ ലിങ്കിങ്ങിന് 1000 രൂപ പിഴ നൽകണമെന്നത് പ്രത്യേകം ഓർക്കണം. കാരണം പലരും ഇപ്പോഴും വിചാരിക്കുന്നത് ഇത് വളരെ ഒരു സൗജന്യമായൊരു സേവനമാണെന്നാണ്. സൗജന്യമായി നൽകിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ലിങ്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ പിഴയായി തന്നെ 1000 രൂപ നൽകേണ്ടതായിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ലിങ്ക് ചെയ്യാമെന്ന് പറയാം. നിങ്ങൾക്ക് വളരെ ലളിതമായി തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇത്. ഈ ഫയലിംഗ് പോർട്ടൽ നിങ്ങൾ സന്ദർശിക്കുക. www.incometax.gov.in എന്ന സൈറ്റിൽ പ്രവേശിച്ച് ലിങ്ക് ആധാർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പാൻ ആധാർ നമ്പറുകൾ നൽകുക. നിർദ്ദേശിച്ചിട്ടുള്ള 1000 രൂപ പേയ്മെന്റ് പൂർത്തിയാക്കി റിക്വസ്റ്റ് സമർപ്പിക്കുക. ഇനി നിങ്ങളുടെ ആധാറും പാനും ലിങ്ക് ചെയ്തോ എന്ന് പരിശോധിക്കാൻ UID-PIN 12 അക്ക ആധാർ 10 അക്ക പാൻ എന്നിവ 567678 അല്ലെങ്കിൽ 561661 എന്ന നമ്പറിലേക്ക് SMS അയച്ചാലും വിവരം അറിയാൻ കഴിയും. അധികമായി ശ്രദ്ധിക്കാൻ ചില കാര്യങ്ങൾ കൂടി പറയാം. ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഡിമാറ്റ് അക്കൗണ്ടുകൾ എന്നിവയിൽ നോമിനിയെ ചേർത്തിട്ടുണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തുക. പല സാമ്പത്തിക സ്ഥാപനങ്ങളും ഇതിനായി ഡിസംബർ 31 വരെയാണ് സമയം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒട്ടും വൈകിക്കാതെ ഈ കാര്യങ്ങൾ ഇന്ന് തന്നെ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. അവസാന നിമിഷത്തെ തിരക്കും വെബ്സൈറ്റിലെ സാങ്കേതിക തകരാറുകളും ഒക്കെ ഒഴിവാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ദയവായി ഷെയർ ചെയ്യുക.